നമസ്കാരം. ബംഗാളിൽ CPM ഭരണത്തിന് അന്ത്യം കുറിച്ചത് സിംഗൂർ നന്ദിഗ്രാം വിഷയങ്ങളാണെന്ന ഇന്ത്യയിലെ രാഷ്ട്രീയം നോക്കിക്കാണുന്ന എല്ലാവർക്കും അറിവുള്ളതാണ്. ഒരു കാലത്ത് CPM കോട്ടയായിരുന്ന ഈ പ്രദേശത്ത് പിന്നീട് CPMന് എന്ത് സംഭവിച്ചുവെന്ന് എല്ലാവരും അന്വേഷിക്കാറുണ്ട്. സിംഗൂർ നന്ദിഗ്രാം വെടിവയ്പ്പിന് ശേഷം പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെയോ പാർട്ടി ഓഫീസുകളെയോ പ്രവർത്തിക്കുവാൻ TMC ഗുണ്ടകൾ അനുവദിച്ചിരുന്നില്ല. ഉണ്ടായിരുന്ന കുറച്ച് CPM അനുഭാവികളെ കൂടി അവർ TMCയിലെത്തിക്കുകയും അല്ലാത്തവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുകയും ചെയ്തു. എന്നാൽ 2021 ദേശീയ ശ്രദ്ധ ആകർഷിച്ച ബംഗാളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മമതയും അധികാരി സുവേന്ദുവും നേരിട്ട് മത്സരിച്ച നന്ദിഗ്രാമിൽ ഇവർക്കെതിരെ CPM മത്സരിപ്പിച്ചത് DYFI നേതാവായ മീനാക്ഷി മുഖർജിയാണ്. നന്ദിഗ്രാമിൽ CPMനെ പുറത്താക്കാൻ ശ്രമിച്ച അന്ന് ഒന്നിച്ച് CPMന് എതിരെ പ്രവർത്തിച്ച സുവേന്ദുവും മമതയും നന്ദിഗ്രാമിൽ തങ്ങളിൽ ആർക്കാണ് മേൽക്കൈയെന്നറിയുവാൻ മത്സരിച്ച തിരഞ്ഞെടുപ്പായിരുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മമത തോൽക്കുകയും സുവേന്ദുവിടെ വിജയിക്കുകയും ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും എതിരെ മത്സരിച്ച CPM സ്ഥാനാർത്ഥി മീനാക്ഷിക്കാകട്ടെ അധികം വോട്ടുകൾ ഇവിടെ നേടുവാനും സാധിച്ചില്ല. എന്നാൽ CPMന്റെ അടിത്തറ ഇപ്പോഴും കുറഞ്ഞിട്ടില്ലെന്നും മറിച്ച് മമതയ്ക്കെതിരായ വികാരമാണ് സുവേന്ദുവിനെ ജയിപ്പിക്കുന്നതിന് കാരണമായതെന്നും പാർട്ടി അനുഭാവികൾ പോലും സുവേന്ദുവിന് വോട്ട് നൽകിയെന്നും പാർട്ടി വിശദീകരിക്കുന്നു. എന്നാൽ ഈ ഇലക്ഷന് ശേഷമാണ് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ CPM ഒരു പ്രതിജ്ഞ എടുത്തത്. CPMനെ ബംഗാളിൽ തിരികെ എത്തിക്കുമെന്ന്. അതിൻ്റെ പ്രതിഫലനമാണ് മീനാക്ഷിയുടെ നേതൃത്വത്തിൽ 22 ജില്ലകളിലൂടെ 2500 കിലോമീറ്ററോളം സഞ്ചരിച്ച് നടത്തിയ യാത്രയും അവസാനം ബ്രിഗേഡ് പരേഡ് മൈതാനിയിൽ നടത്തിയ ഇൻസാഫ് റാലിയും. 2021 തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ BJPയെയും തൃണമൂലിനെയും പരാജയപ്പെടുത്തുവാൻ സാധിച്ചതും CPMന്റെ വിജയമായി കരുതുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 4% നിന്നും വോട്ട് ശതമാനം 14%-ആയി CPMന് ഉയർത്താൻ സാധിച്ചതും CPM ബംഗാളിൽ തിരിച്ചു വരുന്നതിൻ്റെ സൂചന തന്നെയായിരുന്നു. ഇപ്പോഴിതാ 2024 ലോക്സഭാ മത്സരത്തിൽ നന്ദിഗ്രാം സിംഗൂർ പ്രദേശങ്ങളിലുള്ള 6 മണ്ഡലങ്ങളിലും 4ലും CPM മത്സരിക്കുന്നുണ്ട്. ബിഷ്ണുപൂർ, ബാങ്കുര, ജാർഖം, താംലൂക്ക് എന്നിവിടങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇതിനടുത്തുള്ള മെദിനാപൂരിൽ CPI ആണ് മത്സരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു മണ്ഡലമായ പുരുളിയിൽ കോൺഗ്രസ് ആണ് ഇന്ത്യ സഖ്യത്തിനു വേണ്ടി മത്സരിക്കുന്നത്. ഇവിടങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇപ്പോഴും പാർട്ടിക്ക് അടിസ്ഥാനമുണ്ടെന്നും ജനങ്ങളുടെ വിശ്വാസ്യത തിരികെ നേടുവാൻ പാർട്ടി പ്രവർത്തകർ അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ടെന്നും യുവനേതാക്കൾ അവകാശപ്പെടുന്നു. ഒരു കാലത്ത് പാർട്ടിയുടെ കോട്ടയായിരുന്ന ഈ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് CPM വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി പാർട്ടിയിൽ നിന്നും അകന്നുപോയവരെയും പുതുതലമുറയെയും ഒന്നിച്ചു നിർത്തുവാൻ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതെ, നന്ദിഗ്രാമിലും സിംഗൂരും വീണ്ടും ചെങ്കടി ഉയരുമെന്ന് തന്നെയാണ് പാർട്ടിയിലെ നേതാക്കൾ അവകാശപ്പെടുന്നത്.